നമ്മൾ 3-ാം തീയതി ഗെയിം ഡെവലപ്മെന്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ വയനാട്ടിലെ ദുരന്തമൊക്കെ കാരണം നമ്മൾ ഡേറ്റ് മാറ്റി വെച്ചതായിരുന്നു. ഈ ഓഗസ്റ്റ് 13-ാം തീയതി ഗെയിം ഡെവലപ്മെന്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ കോഡിംഗ് പഠിക്കാത്ത ആൾക്കാർക്കും ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ട്യൂട്ടോറിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പണ്ട് നമ്മളൊരു ഗെയിം ഡെവലപ്മെന്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് പുതിയ രീതിയിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയ ഡെവലപ്പറൊക്കെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗെയിം ഡെവലപ്പറാണ് നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി നമ്മളോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഡെവലപ്പർ ആരാണ് എന്താണെന്നൊക്കെയുള്ള വീഡിയോ ഓൾറെഡി ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റാക്ക് പഠിക്കുകയാണെങ്കിൽ ആ സ്റ്റാക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന് പഠിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പഠിച്ചപ്പോൾ ഉണ്ടായ മിസ്റ്റേക്കുകൾ, അവർ പ്രൊഡക്റ്റ് ചെയ്തു കൊടുത്തപ്പോൾ ക്ലയൻറ്റിന് കൊടുത്തപ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരുപാട് സ്റ്റോറീസ്, ഒരുപാട് ഇൻപുട്ടുകൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഷെബിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ചലഞ്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് യൂണിറ്റി ആണ്. പക്ഷേ ഷെബിന് അൺറിയൽ എഞ്ചിനെ കുറിച്ചും കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതെവിടെ യൂസ് ചെയ്യുന്നത്, ഇതെവിടെ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് യൂസ് കേസിനൊക്കെ വെച്ചിട്ടൊക്കെ ഒരുപാട് ഡിസ്കഷൻ വരുന്നതായിരിക്കും. ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടും. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും. ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഫോട്ടോസ് എടുത്തിട്ടോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കുക. അതും മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ ചോദിച്ചാലും നമ്മുടെ ടെക് ടീം നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരും. ഇനി ടെലഗ്രാം ഗ്രൂപ്പിൽ ആക്സസ് കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ നമ്പറിൽ വാട്സാപ്പ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ടെലഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വീഡിയോ ഇവിടെ റിലീസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ learn.prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൽ ഈ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കിട്ടും. അതിന് പുറമെ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ചാനൽ തന്നെ റിലീസ് ചെയ്യും. അവിടെയും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ വെബ്സൈറ്റിൽ കയറാൻ എല്ലാം ഫ്രീ തന്നെയാണ്. അവിടെ വേറെ കുറേ പ്ലേലിസ്റ്റുകളുണ്ട്. പൈത്തൺ പഠിക്കുക, റിയാക്ട് പഠിക്കുക, ബേസിക് കോഡിങ്, വെബ് ഡിസൈനിങ് എല്ലാം അവിടെ ഉണ്ട്. എല്ലാം യൂസ് ചെയ്ത് നോക്കുക. ഡാറ്റ സ്ട്രക്ചർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുപഠിക്കാൻ പറ്റും. ഇനി ഇത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് IT നോളജ് വേണോ, എനിക്ക് IT ഡിഗ്രി വേണോ, എനിക്ക് ഇനി ഇതിൽ ജോലി കിട്ടുമോ, സർട്ടിഫിക്കറ്റ് വേണ്ടേ, അങ്ങനെ ഒന്നും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. IT ഫീൽഡിൽ സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് ജോലി റെഡിയാണ്. നമ്മളിവിടെ ഏകദേശം 1500ഓളം പേരെ പ്ലേസ്ഡ് ആയ കണക്ക് നിങ്ങൾ ഓൾറെഡി ചാനലിൽ കാണുന്നതാണ്. അതിൽ തന്നെ 70% ആൾക്കാർ വേറെ ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അതിൽ +2 കുട്ടികളുണ്ട്. +2 കുട്ടികളെന്നൊക്കെ പറയുമ്പോഴേ 1 lakh വരെ മന്ത്ലി സാലറി പഠിച്ച കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും പ്രൂഫ് കാണിച്ചിട്ടും നിങ്ങൾ മനസ്സിലാക്കുക IT ഫീൽഡിൽ സ്കില്ലാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും പറയുന്നത് ഗെയിം ഡെവലപ്മെൻറ്റ് ചലഞ്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ നോളജ് അല്ലെങ്കിൽ ഒരുപാട് വലിയ ഡിഗ്രി, സർട്ടിഫിക്കറ്റ്, ഇത് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ബേസിക് കോഡിംഗ് പഠിക്കണം. ബേസിക് കോഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു 100K കോഡിംഗ് ചലഞ്ച് എന്ന സീരീസ് ഓൾറെഡി ആഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ. ഇതെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഈ 100K കോഡിംഗ് ചലഞ്ച് എന്ന പ്ലേലിസ്റ്റിലെ 10 വീഡിയോസ് നിങ്ങൾ കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഫ്രീ ആയിട്ട് കോഡിംഗ് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന് മുന്നുള്ള പ്രയർ നോളജ് ഒന്നും ഒരു വിഷയമല്ല. നിങ്ങൾ കോഡിംഗ് സെറ്റ് ആവും. അപ്പോൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. അത് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഗെയിം ഡെവലപ്മെന്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ 10 വീഡിയോ കാണണ്ടേ, ഇനി അതിന് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വേഗം 3 hour കൊണ്ട് കോഡിംഗ് പഠിക്കുക എന്നുള്ള രീതിയിൽ ഒരു കോഡിംഗ് ട്യൂട്ടോറിയൽ ഉണ്ട്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ എന്നുള്ള നിങ്ങളൊരു 3 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്രേ ഉള്ളല്ലേ, എനിക്ക് മനസ്സിലാവുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ മനസ്സിലാവേണ്ടേ നിങ്ങളെ കരിയറിന് ചേഞ്ച് ആവും. ഇത് ഓൾറെഡി നമ്മുടെ ചാനലോ നമ്മുടെ വെബ്സൈറ്റോ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി വേറെ പല ഫീൽഡിലുള്ള ആൾക്കാരെ IT എഞ്ചിനീയേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബേസിക് കോഡിംഗ് സെറ്റ് ആക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് നിങ്ങൾ ഒരു 1 മന്തിന് നിങ്ങളൊന്ന് റെന്റിന് എടുത്താലും വേണ്ടില്ല. ഇനി കയ്യിൽ സ്വന്തമായിട്ട് മേടിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കടം മേടിച്ചിട്ടാണെങ്കിൽ ഒരു ലാപ്ടോപ്പ് അറേഞ്ച് ചെയ്ത് വെക്കുക. ഡെസ്ക്ടോപ്പ് ആയാലും മതി, ഏതായാലും ഒരു സിസ്റ്റം മേടിക്കാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ലാപ്ടോപ്പിന് ഗെയിമൊക്കെ ആകുമ്പോൾ വലിയ റാം ഇതൊക്കെ വേണ്ടേ? അതൊന്നും വേണ്ട. ഒരു 8 GB റാമൊക്കെ ഉള്ള ഒരു i5 പ്രോസസ്സറുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ ഏതായാലും മതി. നമുക്ക് തുടക്കം ഗെയിം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും പഠിക്കാനൊക്കെ ഒരു പ്രശ്നമില്ല. വലിയ ഗെയിമുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് വലിയ കോൺഫിഗറേഷനൊക്കെ ഉള്ള ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം സ്പെക്കുള്ള ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യൂണിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ലാപ്ടോപ്പ് മേടിക്കാൻ ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ട്യൂട്ടോറിയൽ മെയിനായിട്ട് യൂണിറ്റിയാണ് പഠിക്കുന്നത് പറഞ്ഞാൽ യൂണിറ്റി തന്നെ നമ്മൾ ആദ്യം യൂണിറ്റിയുടെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഈ യൂണിറ്റിയിൽ 2D ഗെയിം ഉണ്ടാക്കാൻ പഠിക്കും. അത് കഴിഞ്ഞ ശേഷം 3D ഗെയിം ഉണ്ടാക്കാൻ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയൊരു പ്രൊജക്റ്റും ചെയ്യും. ഇതൊക്കെ കഴിയുമ്പോൾ വലിയൊരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഒരു ചലഞ്ച് കൂടെ നിങ്ങൾക്ക് തരും. അപ്പോൾ അതിൽ പെർഫോം ചെയ്യുന്ന നല്ല ഗെയിമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്യാഷ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നതിന് പുറമെ പഠിക്കുന്നതിന് പുറമെ ആ കിഡിലൻ ഗെയിം നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗെയിം ഇന്റർനാഷണൽ ലെവലിൽ ഗ്രോ ചെയ്യാനുള്ള
ഫുൾ സപ്പോർട്ട് നമ്മുടെ ഡെവലപ്പർ ഷെബിൻ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഓപ്പർച്യൂണിറ്റിക്ക് പുറമെ നിങ്ങൾക്ക് ക്യാഷ് അവാർഡ് കൂടെ കിട്ടും. ഇതെല്ലാം യൂസ് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ജോബിലോട്ട് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കമ്പനി നടത്താം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഷെബിൻ്റെ അടുത്ത് ഇൻപുട്ട് കിട്ടാനുണ്ട്. ഒന്നേ ജോലിയിലോട്ട് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്വന്തമായിട്ട് കമ്പനി ഉണ്ടെങ്കിൽ ഒരു ഗെയിം ഡെവലപ്മെൻറ്റ് കമ്പനീനെ വേണമെങ്കിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ എല്ലാ സപ്പോർട്ടും നമ്മുടെ ഷെബിൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിഗ്രി ഇല്ല, പഠിക്കാൻ പൈസ ഇല്ല, എനിക്ക് ലോജിക്ക് വർക്കാവുന്നില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, മാർക്കില്ല, ഡിഗ്രി തോറ്റു, അത് ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ എന്ത് പ്രൊഫൈൽ ആയിക്കോട്ടെ, മിനിമം +2 യോഗ്യതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയോ, നിങ്ങളൊരു ഗെയിം ഡെവലപ്പർ ആക്കി തരാം. അതിനുള്ള എല്ലാ പരിപാടിയും ഈ ട്യൂട്ടോറിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഫ്രീ ആണ്, സപ്പോർട്ടും ഫ്രീ ആണ്. ഇനിയും നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. എല്ലാം പ്രോട്ടോടൈപ്പ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സോ യൂസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, നല്ലൊരു ജോബോ നല്ലൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള പരിപാടികളോട് നോക്കാം.